ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് അല്പസമയം ദൈവവചനവുമായി നിൽപ്പാൻ ദൈവമൊരുക്കിയ അവസരത്തിന് ദൈവത്തിന് നന്ദി. വിശുദ്ധ യോഹന്നാൻ 19 അധ്യായം 28 വചനം മുതൽ 30 വരെ. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാക്കും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ച് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ജീവിച്ച യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് പറഞ്ഞ 5-ാമത്തെ മൊഴിയാണിത്. എനിക്ക് ദാഹിക്കുന്നു എന്ന വചനം. യേശുവിൻ്റെ ദാഹം ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം ശാരീരിക ദാഹത്തിനെ കുറിച്ച് നോക്കാം. മനുഷ്യ ശരീരം 70% ബ്ലഡ് ഉള്ളതാണ്. അതിൽ 90% വെള്ളമാണ് ഉള്ളത്. അതിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലെ ദാഹമുണ്ടാകുന്നത്. യേശുവിനെ ഗെത്സമനയിൽ യൂദാ ഇസ്കാരിയോത്ത് ചുംബിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷം യേശു തടവിലായിട്ട് ഏകദേശം 18 മണിക്കൂർ ആയിരിക്കും. യേശുവിൻ്റെ ദാഹം സ്വാഭാവികമാണ്. എന്നാൽ യേശു ഈ 18 മണിക്കൂർ വെറുതെ ഇരുന്നിട്ടല്ല. യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. യേശുവിൻ്റെ ശരീരം ഉളവുചാല പോലെ മുറിക്കപ്പെട്ടിരുന്നു. യേശു ചുമന്ന ക്രൂശ് ഏകദേശം 150 കിലോ ഭാരമുള്ളത് എന്ന് പറയുന്നു. യേശുവിൻ്റെ ശരീരത്തിലുള്ള 7 ലിറ്റർ ബ്ലഡും നമുക്ക് വേണ്ടി യേശുവിൻ്റെ എല്ലാ മുറിവുകളിലും കൂടെ ചോർന്നു കളഞ്ഞു. ശരീരം പൂർണ്ണമായിട്ടും തളർച്ചയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശുവിന് ഭടന്മാർ കൊൽക്കത്തയിൽ എത്തിയതിനു ശേഷം കയ്പ് കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്ത് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ മത്തായി 27 അധ്യായം 34 വചനം. അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്ത് അത് രുചി നോക്കിയാരെ അവന് കുടിപ്പാൻ മനസ്സായില്ല. എന്താണ് യേശു അത് കുടിക്കാത്തത്? അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് കയ്പ് കലർത്തിയത് എന്നാൽ അത് ഒരു ലഹരി അഥവാ പെയിൻ കില്ലർ ചേർന്നതാണ് എന്ന് പറയുന്നു. ക്രൂശിൽ മരിക്കുന്നവർക്ക് ആ വേദന അറിയാതിരിപ്പാൻ കൊടുക്കുന്ന ഒരു പാനമാണ് അത്. എന്നാൽ യേശു അത് നിരസിച്ച് നമുക്ക് വേണ്ടി എല്ലാ വേദനകളും പൂർണ്ണ ബോധത്തോടെ സഹിക്കാൻ തീരുമാനിച്ച്. വേറെ ഒരു കാരണവും ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ. മത്തായി അധ്യായം 26-29 വചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതിയതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതായിരുന്നു മറ്റൊരു കാരണം. അടുത്തതായിട്ട് ദൈവം തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്ത് തീർക്കുവാനുള്ള ദാഹം. യേശു യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനം ഏറ്റു വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇത് നമുക്ക് വിശുദ്ധ ലൂക്കോസ് അധ്യായം 3:22 വചനത്തിൽ കാണാം. ഇതോടുകൂടെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. യഹൂദ പള്ളികളിൽ പതിവായി ശുശ്രൂഷ നടത്തി ഗ്രാമങ്ങൾ തോറും കാൽനടയായി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടത് ആണ് എൻ്റെ ഭക്ഷണമെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞ് ഗെത്സമനയിൽ തൻ്റെ ഹൃദയവും മനസ്സും തകർന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവ ഇഷ്ടം നിറവേറുവാൻ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. മൂന്നാമത്തായിട്ട് തിരുവെഴുത്തുകൾ നിവർത്തിക്കാനുള്ള യേശുക്രിസ്തുവിൻ്റെ ദാഹം. യേശുവിന് തന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ നിവർത്തിയാക്കുവാനുള്ള ദാഹമുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ യേശുവിനെക്കുറിച്ച് പ്രവചിച്ച വചനങ്ങളെല്ലാം യേശു നിവൃത്തിയാക്കി.
അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ 5-ാമത്തെ മൊഴിയിൽ നടന്നത്. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനം 69-ാം അധ്യായം 21 നാം കാണുന്നത്, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ സ്വർഗ്ഗ കുടിപ്പാൻ തന്നു. അതുകൊണ്ടാണ് യേശു സകലവും തികഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാക്കും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ദാഹം തീർക്കുവാൻ നമുക്ക് കഴിയുമോ? അതെ, യേശു ക്രിസ്തു ജീവിച്ച് കാണിച്ചു തന്ന വഴിയിലും പഠിപ്പിച്ചു തന്ന വചന വഴിയിലും നടന്ന് നിത്യജീവന് പാത്രനാകുമ്പോൾ നമുക്ക് അത് സാധിക്കും. അവസാനമായിട്ട്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യജാതിയെ രക്ഷിക്കുവാനുള്ള ദാഹം. യേശു കർത്താവിന് വാസ്തവത്തിൽ ശാരീരിക ദാഹം മാത്രമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഒരു വ്യക്തി പോലും ദൈവസ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്നത് യേശു കർത്താവിൻ്റെ ദാഹമായിരുന്നു. യഹൂദമതം പുച്ഛിച്ച് തള്ളിയിരുന്ന ചുങ്കക്കാരുടെയും പാപികളുടെയും വ്യഭിചാരികളുടെയും ശമരിയക്കാരുടെയും കുഷ്ഠരോഗികളെയും രക്ഷിക്കുവാൻ വേണ്ടി അവരെ തേടിയെത്തുകയായിരുന്നു യേശു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം വരെ സ്നേഹിച്ചു. അന്ന് കാനാനിൽ കല്യാണ വീട്ടിൽ കൽപ്പാത്രങ്ങൾ നിറഞ്ഞ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ദൈവമാണ് യേശുക്രിസ്തു. ശമരിയ സ്ത്രീയുടെ ദാഹത്തിന് ജീവജലം നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞവനാണ് യേശു. വെള്ളത്തിൻ്റെ പുറത്ത് നടന്ന ദൈവമാണ് നമ്മുടെ യേശു. കടലിനെ സാക്ഷിച്ച ദൈവമാണ് നമ്മുടെ യേശു. ആ ദൈവം വിചാരിച്ചാൽ ദാഹത്തിന് വെള്ളം ദൈവമിരിക്കുന്ന സ്ഥലത്ത് വരൂലേ? വരും. പക്ഷേ ദൈവം തനിക്ക് വേണ്ടി അങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തിയും പ്രവർത്തിച്ചില്ല. ഇതാ യേശു ഇന്നും ദാഹിച്ചിരിക്കുന്നു. പരിശുദ്ധനായ ദൈവം പാപിയായ നിനക്കും എനിക്കും വേണ്ടി ദാഹിച്ചിരിക്കുന്നു. നമ്മൾ ദിവസവും വേദപുസ്തകം വായനയിലൂടെ നമ്മോടെ സംസാരിക്കാൻ യേശു ദാഹിക്കുന്നു. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാமல் എല്ലാ ജനത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ യേശു ദാഹിക്കുന്നു. നിന്നോട് കൂടെ സംസാരിക്കുവാൻ യേശു ദാഹിക്കുന്നു. നീ യേശുവിൻ വചന വഴിയിൽ യേശു ജീവിച്ച രീതിയിൽ ജീവിക്കുവാൻ യേശു ദാഹിക്കുന്നു. സുഹൃത്തെ, ആദി അപ്പോസ്തലന്മാരെ പോലെ യേശുവിൻ്റെ സുവിശേഷം ലോകമെങ്കും എത്തിക്കാൻ യേശു ദാഹിക്കുന്നു. സുവിശേഷ വേല ചെയ്യാൻ യേശു ദാഹിക്കുന്നു. ഓരോ ദിനവും നശിച്ച് നരകത്തിലേക്ക് യാത്ര ചെയ്യും ആത്മാവിനു വേണ്ടി യേശു ദാഹിക്കുന്നു. എന്നാൽ നമ്മൾ ഇന്നും യേശുവിൻ്റെ ദാഹത്തിന് കൊടുക്കുന്നത് കയ്പ് മാത്രമാണ്. മഹത്തായ ആത്മീയ സത്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിലല്ല കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആദർശം പ്രാവർത്തികമാക്കുവാനായി തീരുവാൻ യേശു കർത്താവ് നമ്മെ അനുഗ്രഹമാക്കി തരട്ടെ. ആമേൻ.